الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين. اما بعد، فان اصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في محكم التنزيل: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. വിശ്വാസികളായ നാം ഓരോരുത്തരും ജീവിതത്തിൻ്റെ വിവിധ പ്രയാസങ്ങളിലൂടെ, വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അതിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, സന്തോഷകരമായ ആഹ്ലാദകരമായ അവസ്ഥകൾ ഉണ്ടാകും. ഇങ്ങനെയെല്ലാം കടന്നു പോകുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ മുന്നോട്ട് പോകാൻ അവരെ പ്രാപ്തരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാലക ശക്തി എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിലുള്ള അല്ലാഹുവിനെ കുറിച്ച് അടിയുറച്ച വിശ്വാസമാണ്. ഏത് ഘട്ടങ്ങളിലും ഒരു വിശ്വാസിയെ ഏറ്റവും പോസിറ്റീവായി മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം സ്രഷ്ടാവിലുള്ള അടിയുറച്ച വിശ്വാസവും സ്രഷ്ടാവിലുള്ള ഏറ്റവും വലിയ ആശ്രയം തനിക്ക് സ്രഷ്ടാവുണ്ട് എന്ന ചിന്തയുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്കൃഷ്ടമായൊരു വാക്കിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ആദ്യത്തെ ഖുതുബയിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. സ്വാലിഹീങ്ങളായ ആളുകൾ, അമ്പിയാക്കൾ, ഔലിയാഉകൾ, സച്ചരിതരായ ആളുകൾ, അവരെല്ലാവരും ജീവിതത്തിൽ ഏറ്റവും ശക്തമായി കൊണ്ടു നടന്ന
സുപ്രധാനമായ വാക്ക് എന്ന് പറയുന്നത് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന വാക്കാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നത് ഒരു വിശ്വാസിക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന വാക്കല്ല. എന്നാൽ അതിൻ്റെ ഗൗരവവും അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും വിശ്വാസികൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് നോക്കിയാൽ കാണാം, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നാമങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ നാമമായി പരിചയപ്പെടുത്തിയ അല്ലാഹ് എന്ന നാമവും അതോടൊപ്പം തന്നെ അൽ വക്കീൽ എന്ന് പറയപ്പെടുന്ന അള്ളാഹുവിൻ്റെ വിശേഷണവുമാണ് ചേർത്ത് വെച്ചിട്ടുള്ളത്. ഒന്ന് അല്ലാഹ് എന്ന ഇസ്മുൽ അഅ്ലമാണെങ്കിൽ, ജലാലത്തിൻ്റെ ഇസ്മാണെങ്കിൽ, മറ്റൊന്ന് അൽ വക്കീൽ എന്നതാണ്. അൽ വക്കീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അൽ ഖായിമു ബിശുഊനി ഇബാദിഹി അൽ കഫീലു ബിഹാ അൽ കഫീല ബിഹാ അൽ ഹാഫിള ലഹാ അൽ മുതവല്ലി ലിതദ്ബീരി ഖൽഖിഹി ബിസഅതി ഇൽമിഹി വകമാലി ഖുദ്റതിഹി വഅദീമി ഹിക്മതിഹി. ഞാൻ വക്കീൽ എന്ന അള്ളാഹുവിൻ്റെ വിശേഷണത്തിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. എന്താണ് അള്ളാഹു പറയുന്നത്? അൽ വക്കീൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഖായിമു ബിശുഊനി ഇബാദിഹി എന്നാണ്. അടിമകളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി അത് നടപ്പിൽ വരുത്തുന്നവൻ. അൽ കഫീലു ബിഹാ, അത് ഏറ്റെടുത്തവൻ. അൽ ഹാഫിളു ലഹാ, അതിനെ സംരക്ഷിക്കുന്നവൻ. അൽ മുതവല്ലി ലിതദ്ബീരി ഖൽഖിഹി, സൃഷ്ടികളുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് അതിനെയെല്ലാം കൈകാര്യം ചെയ്യുന്നവൻ. ബിസഅതി ഇൽമിഹി വകമാലി ഖുദ്റതിഹി വഅദീമി ഹിക്മതിഹി, അല്ലാഹുവിൻ്റെ മഹത്തായ അവൻ്റെ ഖുദ്റത്തിൻ്റെ പരിപൂർണതയിലൂടെയും അതുപോലെ തന്നെ അവൻ്റെ ഇൽമിൻ്റെ വിശാലതയിലൂടെയും അവൻ്റെ തത്വജ്ഞാനത്തിൻ്റെ വിശാലതയിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ചെയ്യുന്നു എന്നാണ് അൽ വക്കീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഏത് സന്ദർഭത്തിലും വിശ്വാസികളുടെ മനതലങ്ങളിൽ കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അതാണ്. അതുകൊണ്ടാണ് ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാരെല്ലാം ഈ വാക്ക് പറഞ്ഞവരായിരുന്നു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി പറഞ്ഞ വാക്കും ഇത് തന്നെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ ഖാലഹാ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ. നമ്രൂദ് ഒരുക്കിയ വമ്പൻ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ചെറുപ്പക്കാരനെ അവർ വലിച്ചെറിയുമ്പോൾ അഗ്നിയിലേക്ക് വീഴുന്നതിന് മുമ്പ് ഇബ്രാഹിം നബി പറഞ്ഞ വാക്ക് ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ. എനിക്ക് അല്ലാഹ് മതി, കാര്യങ്ങളെല്ലാം എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ളവൻ, ഏറ്റവും നന്നായുള്ളവൻ അവൻ മാത്രമാണ്. മാത്രമല്ല വഖാലഹാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖാലൂ ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞ വാക്ക് ഇതാണ്. ഏത് സന്ദർഭത്തിലാണ്? അതാ ആളുകൾ ഒരുമിച്ച് കൂടി പറഞ്ഞു, ഖദ് ജമഉ ലക്കും, ഇദാ ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ആളുകളെല്ലാം നിങ്ങൾക്കെതിരായി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഫഖ്ശൗഹും, അവരെ നിങ്ങൾ പേടിക്കണം. ആളുകൾ ഒരു വലിയ കക്ഷിയാണ്, വലിയ ഒരു സമൂഹമാണ്, അവർ നിങ്ങൾക്കെതിരായി ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആളുകളെ ഭയപ്പെടണേ എന്ന് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാനാ,
അവർക്ക് ആ വാക്ക് ബലക്കുറവല്ല ഉണ്ടാക്കിയത്, ബലക്ഷയമല്ല ഉണ്ടാക്കിയത്. ഈമാനികമായ തഖ്വിയത്ത്, ഈമാനികമായ വർധനവ് അവർക്കുണ്ടാക്കുകയാണ്. വഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹ്, ആരില്ലെങ്കിലും ഞങ്ങൾക്ക് അല്ലാഹ് മതിയായവനാണ്. വല്ലാത്തൊരു വർത്തമാനട്ടത്. ആരൊക്കെ എതിർത്ത് നിന്നാലും, ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾക്കൊരു ബേജാറില്ല. കാരണം ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതിയായവനാണ്, അവനുണ്ട് ഞങ്ങൾക്ക്. നിഅമൽ വകീൽ, കാര്യങ്ങളങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയവനാണ്. അവനോടങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ ഏത് തടസ്സങ്ങളെയും തട്ടിത്തകർത്ത് തരിപ്പണമാക്കാൻ ഈ പ്രപഞ്ചത്തിന്റെ നാഥന് സാധ്യമാണ് എന്ന ശക്തമായ വിശ്വാസം ഒരു വിശ്വാസിയുടെ ഖൽബിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് പറഞ്ഞത്. അതുകൊണ്ടാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ പറയാണ്. അതുകൊണ്ട് എന്താണെന്നറിയോ, ജീവിതത്തിലെ എന്തിനേയും ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന ഈ ഉത്കൃഷ്ട വാക്കുകൊണ്ട് നേരിടണം. ഏതൊക്കെ സന്ദർഭത്തിൽ അത് പറയണം എന്ന് പെട്ടെന്ന് പറയാം. ഏതൊക്കെ സന്ദർഭത്തിൽ പറയണം? ഒന്ന്, ഏത് ഏത് രൂപത്തിലുള്ള ശദാഇദുകൾ നമുക്ക് വന്നാലും, കഠിനമായ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നമ്മുടെ മുന്നിൽ വന്നാൽ അപ്പോൾ നമ്മൾ പറയേണ്ട വാക്കതാണ്. അത് ഞങ്ങളുടെ ഉറച്ചേക്കണം, ഉറച്ചു നോണം. നിങ്ങൾക്ക് ഞാൻ പറയാം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കൈഫ അൻഅമു വസാഹിബുൽ ഖർനി ഖദിൽ തഖമൽ ഖർൻ. ജനങ്ങളെ, നിങ്ങൾക്ക് എങ്ങനെയാണ് സുഖലോലുപതയിലൂടെ കടന്നു പോകാൻ കഴിയുക? നിങ്ങൾ എങ്ങനെയാണ് സുഖിക്കുന്നവരാവുക? അതാ വസാഹിബുൽ ഖർനി ഖദിൽ തഖമൽ ഖർൻ, സൂറിൽ ഊതേണ്ട മലക്ക് ആ സൂറിലേക്ക്, കാഹളത്തിലേക്ക് തന്റെ ചുണ്ടിങ്ങനെ അടുപ്പിച്ചു വെച്ചിരിക്കുകയാണ്, ചെവി ഇങ്ങനെ കൂർപ്പിച്ചു വെച്ചിരിക്കുന്നു. എപ്പോഴാണ് ഊതാൻ കൽപ്പന വരുന്നത് എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഇസ്രാഫീൽ ഊതാൻ കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങളെ സുഖിയന്മാരായി പോകുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് സുഖിക്കാൻ കഴിയുന്നത്? എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫകഅന്ന ദാലിക തഖുല അലാ അസ്ഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോൾ സഹാബികൾക്ക് വല്ലാത്ത വിഷമമായി, വല്ലാതെ പ്രയാസത്തിലായി. ആ സമയത്ത് അവരെല്ലാവരും പറഞ്ഞു, ഫഖാല ലഹും, അവരോടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, ഖൂലൂ ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ അലല്ലാഹി തവക്കൽനാ. നിങ്ങൾ പറഞ്ഞോളി, അങ്ങനെ. നിങ്ങൾ എന്തിനാ വിഷമിക്കണത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബേജാറാവണത്? പേടിക്കണ്ട, പറഞ്ഞോളീൻ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി, വരമേൽപ്പിക്കാൻ പറ്റിയവൻ അവനാണ്. ഏത് ഘട്ടത്തിന്റെ മുന്നിൽ എത്തിയാലും ഇത് മറന്നു പോകരുതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന്, വല്ലാത്ത ഭയം നമ്മളെ പിടികൂടുന്ന സന്ദർഭം, ഇൻദൽ ഖൗഫി മിൻ വഖൂഇൽ ളുൽം, ഏതെങ്കിലും ഒരു അക്രമത്തിലേക്ക്, അനീതിയിലേക്ക്, അരുതായ്മയിലേക്ക് പോയി പോകും എന്ന ഭയം വരുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ഖൽബിനെ പിടിച്ചു നിർത്താനുള്ള ഏറ്റവും ശക്തമായ വാക്കാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഹദീസുകളിൽ കാണാം, സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് വലിയ ശക്തമായ അപവാദ പ്രചരണമുണ്ടായ ഒരു ഘട്ടത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഞാൻ അത് വിശദീകരിക്കുകയല്ല. മറിച്ച് അങ്ങനെ ഒരു പരീക്ഷണ കാലഘട്ടത്തിന് ശേഷം പ്രവാചക പത്നിമാർ പരസ്പരം ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു. അക്കൂട്ടത്തിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹം, അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹം എന്താ നിങ്ങൾക്കറിയോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്,
എനിക്ക് നസലത് ബറാഅതി മിനസ് സമാഇ ഫിൽ ഖുർആൻ, എൻ്റെ ചാരിത്രശുദ്ധിയെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ തെറ്റുകാരി അല്ല, നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആകാശത്തുനിന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് എൻ്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട്. സൂറത്ത് നൂറിലെ ആയത്തുകളൊക്കെ ഓതുമ്പോൾ അത് ആയിഷ ബീവിക്ക് വേണ്ടി ഇറക്കിയ ആയത്താണ്. എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിയുടെ ചാരിത്രത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിറങ്ങിയ ആയത്താണ്. ആ ആയത്ത് ഇറങ്ങിയ കഥ പറഞ്ഞപ്പോൾ സൈനബ് ബീവി ആയിഷ ബീവിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആയിഷ ബീവിയോട് ചോദിക്കാണ്, കൈഫ ഖുൽതി ഹീന റകിബ്തി റാഹിലത സഫ്വാൻ ഇബ്നു മുഅത്തൽ, സൈന്യത്തിന്റെ പിന്നിൽ നടന്നു സൈന്യത്തിന്റെ പിന്നിൽ യാത്ര ചെയ്തു വന്ന സഫ്വാൻ ഇബ്നു മുഅത്തൽ, അദ്ദേഹമാണല്ലോ നിങ്ങളെ കണ്ടെത്തുന്നത്. അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയപ്പോൾ, അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിങ്ങൾ കയറിയപ്പോൾ നിങ്ങൾ എന്തായിരുന്നു ആയിഷ പറഞ്ഞത്? കാരണം ഒറ്റപ്പെട്ടു പോയൊരു സന്ദർഭം. ആ സന്ദർഭത്തിൽ നിങ്ങൾ എന്താണ് പറഞ്ഞത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖുൽതു, ഞാൻ പറഞ്ഞു, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഞാൻ പറഞ്ഞത് ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, എനിക്ക് അല്ലാഹ് മതിയായവനാണ്, ഭരമേൽപ്പിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളവൻ അവനാണ്. ഈ വാക്കാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖുൽതി കലിമത്തുൽ മുഅ്മിനീൻ, നിങ്ങൾ പറഞ്ഞത് സത്യവിശ്വാസികളുടെ വാക്കാണത്. ഏത് ഘട്ടത്തിലും സത്യവിശ്വാസികൾ കൈവിടാത്ത വാക്കാണ് ആയിഷ നിങ്ങൾ പറഞ്ഞത് എന്ന് സൈനബ് റളിയല്ലാഹു അൻഹ ആയിഷ ബീവിയോട് പറയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഏത് സന്ദർഭത്തിലും ഇത്തരം ഘട്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പറയണം ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. അത് നമ്മുടെ ജീവിതത്തിലെ ഒരു ദിനചര്യയായി കൊണ്ടുപോകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ, നബിയ്യന അൽ ഹബീബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹും ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ വലിയ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന ഒരു വാക്കുകൂടിയാണ്. അതുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രതീക്ഷിക്കേണ്ടുന്ന ഘട്ടം, അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരവും വലിയ പ്രതീക്ഷയും ഉണ്ടാവേണ്ടുന്ന ഘട്ടം. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പിടിച്ചു നിൽക്കുന്ന, അവനിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വലിയ പ്രാധാന്യവും മഹത്വവും അവൻ്റെ സഹായവും നൽകും എന്നാണ് അള്ളാഹുവിൻ്റെ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ചുറ്റുപാടുകളെല്ലാം മലീമസമായി കൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികൾക്ക് പോലും മത ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് കാലം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെറിയ മക്കളെക്കുറിച്ച് വലിയ ആശങ്കയാണ് നമുക്കുള്ളത്. കൗമാരപ്രായത്തിലുള്ള കുട്ടികളെക്കുറിച്ച് പറയേണ്ടതില്ല. ഇങ്ങനെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നാം പകർന്നു കൊടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? അത് തൻ്റെ സ്രഷ്ടാവിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരവും അതോടൊപ്പം തന്നെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എടാ മോനെ, നിന്നെ സംരക്ഷിക്കാൻ, നിനക്ക് സഹായം നൽകാൻ റബ്ബുണ്ടടാ എന്ന ചിന്ത അവൻ്റെ ഖൽബിൽ ചെറുപ്പത്തിലെ നട്ടുപിടിപ്പിച്ചു കൊടുക്കണമെന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബികളായ കുഞ്ഞു ചെറിയ കുട്ടികളെ ആ രൂപത്തിലാണ് തർബിയത്ത് ചെയ്തത്. ഒറ്റ സംഭവം പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ബാസ് ഇബ്നു ഈ
അബ്ദുല്ലാഹിബ്നു അബ്ബാസിന് പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട്. വിശാലമായ ഒരു ഹദീസാണ്, ഞാൻ അത് മൊത്തം വിശദീകരിക്കല്ല, ചെറിയ 2 വാക്ക് പറയാം. അത് റസൂലുള്ള പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട്, മോനെ, ഇഹ്ഫളില്ലാഹ യഹ്ഫളുക ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക. മോനെ, ഏത് ഘട്ടത്തിലും നീ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണം കേട്ടോ. എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും, അള്ളാഹുവിനെ നിനക്ക് മുന്നിൽ കണ്ടെത്താൻ കഴിയും. ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും നീ അള്ളാഹുവിനോട് ബന്ധപ്പെട്ട് ജീവിച്ചോളി, ആവശ്യമുണ്ട് റബ്ബിനോട് പറഞ്ഞോളി. എന്നിട്ട് അവസാനം പറഞ്ഞു കൊടുത്ത വാക്കാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അവസാനമായി പറഞ്ഞു കൊടുത്ത വാക്ക് എന്താ അറിയാം? മോനെ, ഒരു സമൂഹം ഒന്നാകെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നിനക്ക് ഒരു ഹൈറ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ആ നാട്ടിലെ ആളുകൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് നിനക്കൊരു ഹൈറ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു നിനക്കത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ആർക്കും ആ ഹൈറ് നിനക്ക് ചെയ്തു തരാൻ പറ്റൂല മോനെ. 2ാമത്തെ വാക്യം, ആളുകളെല്ലാവരും നിന്നെ ഉപദ്രവിക്കാൻ കച്ച കെട്ടിയിറങ്ങി. നാട്ടിലെ ജനങ്ങൾ മുഴുവനും നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അള്ളാഹു ആ ഉപദ്രവം നിനക്ക് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവർക്കൊരു ചുക്കും നിന്നെ ചെയ്യാൻ കഴിയില്ലടാ, ഒന്നും നിന്നെ ചെയ്യാൻ കഴിയില്ല. കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന പേന ഉയർത്തപ്പെട്ടു, അതിന്റെ മഷി ഉണങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് മോനെ, ജീവിതത്തിൽ നല്ല പവറോടെ ജീവിച്ചോ. ഒരാൾക്കും ഒന്നും നിന്നെ ചെയ്യാൻ പറ്റില്ല. റബ്ബ് തീരുമാനിച്ചതല്ലാത്തതൊന്നും വരില്ല. അതുകൊണ്ടാണ് വിശ്വാസികൾ 5 നേരം നിസ്കാരം കഴിഞ്ഞ് അവർ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ, ദിക്റുകളിൽ, തസ്ബീഹിന്റെ കൂട്ടത്തിൽ ഒരു വാക്കുണ്ടെന്നറിയോ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയത് തടയാൻ കഴിവുള്ളവനില്ല, നീ തടഞ്ഞത് തരാൻ കഴിവുള്ളവനും ഇല്ല അല്ലാഹ്. ഇതൊരു വല്ലാത്ത വാക്കാണ്. 5 നേരവും കൽബിലേക്ക് ചേർത്ത് പറയാൻ പഠിപ്പിച്ച വാക്കാണ്. എന്താണെന്നറിയോ? ജീവിതത്തിൽ ഇങ്ങനെ നല്ല പവർ ഉണ്ടാക്കിയെടുക്കാൻ എന്റെ റബ്ബ് എനിക്ക് തീരുമാനിച്ചിട്ടില്ലേ, കിട്ടൂല. എന്റെ റബ്ബ് എനിക്ക് തീരുമാനിച്ചാണോ, ആര് തടഞ്ഞാലും അത് കിട്ടും. ഞാൻ എന്തിന് ബേജാറാവണം? ഞാൻ എന്തിന് വിഷമിക്കണം? ഞാൻ എന്തിന് ഡെസ്പാവണം? ഞാൻ എന്തിന് മെന്റൽ ബേജാറിലാവണം? ഒന്നും വേണ്ട. എന്റെ റബ്ബ് എനിക്ക് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടൂല. ഇതൊരു വല്ലാത്ത ആശയമാട്ടോ. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരം പറഞ്ഞോ, ഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അങ്ങനെ പറയാം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വ ഹുവ റബ്ബുൽ അർശിൽ അദീം. സൂറത്ത് തൗബയുടെ അവസാനത്തെ വാചകം. ഖുൽ ഹസ്ബി അല്ലാഹ് ഫഇൻ തവല്ലൗ, അവർ തിരിഞ്ഞുപോയാൽ, ആളുകൾ നിന്നിൽ നിന്ന് അകന്നാൽ, നിന്നെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ, ഫഖുൽ, നീ പറയണം, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വ ഹുവ റബ്ബുൽ അർശിൽ അദീം. രാവിലെ 7 പ്രാവശ്യം പറയാം, വൈകുന്നേരം 7 പ്രാവശ്യം പറയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് എന്ത്? ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വ ഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി, ലാ ഇലാഹ ഇല്ലാ ഹു, അവനല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, അലൈഹി തവക്കൽതു, ഞാൻ അവന്റെ മേൽ വരവേൽപ്പിച്ചു, വ ഹുവ റബ്ബുൽ അർശിൽ അദീം, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ റബ്ബാണ്. ഇത് രാവിലെയും വൈകുന്നേരവും 7 പ്രാവശ്യം വെച്ച് പറയണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് കാണാം. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെയും കരുത്തോടുകൂടി നേരിട്ട് മുന്നോട്ട് പോകാൻ പഠിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇത് കാത്തു സൂക്ഷിച്ചാൽ ഏത് പ്രതിസന്ധിയെയും പ്രശ്നമില്ലാതെ തരണം ചെയ്യാൻ കഴിയും. ഏത് എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ കൽബിനെ ചാഞ്ചല്യപ്പെടുത്താൻ കഴിയാതെ ശക്തമായി ഉറപ്പോടെ മുന്നോട്ട് പോകാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നിന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തും മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ അള്ളാഹുർക്ക് സഹായവും അനുഗ്രഹവും ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين
وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.